ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ UK ഗവൺമെൻറ് പ്രഖ്യാപിച്ച NHSൻ്റെ 10-year പ്ലാനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിലവിൽ UK-യിലുള്ളവർക്കും UK-യിലേക്ക് വരാനിരിക്കുന്നവർക്കും ഈ ഒരു 10-year പ്ലാൻ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നതാണ് നമ്മുടെ പ്രധാന ഡിസ്കഷൻ പോയിന്റ്. പ്രധാനമായിട്ടും 3 ട്രാൻസ്ഫോർമേഷനിലൂടെയാണ് ഈ ഒരു 10-year പ്ലാൻ അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് UK ഗവൺമെൻറ് കരുതുന്നത്. അതിലൊന്നാമത്തേത് എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ ടു കമ്മ്യൂണിറ്റി എന്നതാണ്. നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് NHS നിലവിൽ അതിൻ്റെ സർവീസുകളെല്ലാം അതിൻ്റെ വലിയ വലിയ ഹോസ്പിറ്റലുകളിലൂടെയാണ് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ഒരു 10-year പ്ലാൻ അനുസരിച്ച് വലിയ ഹോസ്പിറ്റലുകളിൽ നിന്നും ലോക്കലൈസ്ഡ് ആയിട്ടുള്ള GPകളിലേക്കും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററുകളിലൂടെയും ഫാർമസികളിലൂടെയും ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് ഇനി പ്ലാൻ ചെയ്യുന്നത്. രണ്ടാമത്തേത് അനലോഗ് ടു ഡിജിറ്റൽ. NHSൻ്റെ സർവീസുകളെല്ലാം കൂടുതലായിട്ട് ഡിജിറ്റലൈസ് ചെയ്യാനായിട്ട് അവർ പ്ലാൻ ചെയ്യുകയാണ്. കൂടുതലായിട്ട് NHS ആപ്പിൻ്റെ സേവനം യൂസ് ചെയ്ത് അതിലൂടെ കൂടുതൽ സർവീസുകൾ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ടുള്ളൊരു പ്ലാനാണ് ഈ ഒരു അനലോഗ് ടു ഡിജിറ്റൽ എന്ന് പറയുന്നത്. മൂന്നാമത്തേത് സിക്നസ് ടു പ്രിവെൻഷനാണ്. കൂടുതൽ അവയർനെസ് പ്രോഗ്രാമുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് ജനങ്ങളെ രോഗികളാകുന്നത് തടയുക എന്നതാണ് ഈ ഒരു പ്ലാൻ വഴി അവർ ഉദ്ദേശിക്കുന്നത്. ഇനി ഈ മാറ്റങ്ങൾ നിലവിൽ NHSലോ കെയർ സെക്ടറിലോ വർക്ക് ചെയ്യുന്നവരെ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് നിലവിൽ NHSൽ വർക്ക് ചെയ്യുന്നവർക്കും കെയർ സെക്ടറിൽ വർക്ക് ചെയ്യുന്നവർക്കും ഇതൊരു മികച്ച അവസരമാണെന്നാണ്. കാരണം കരിയർ ഡെവലപ്മെൻറ്റ്, അപ്സ്കില്ലിങ്, അപ്രൻറ്റിഷിപ്പ്, പേഴ്സണലൈസ്ഡ് കോച്ചിങ് പ്രോഗ്രാം തുടങ്ങിയവയിലൂടെ നിലവിൽ NHSൽ വർക്ക് ചെയ്യുന്നവർക്കും കെയർ സെക്ടറിൽ വർക്ക് ചെയ്യുന്നവർക്കും കരിയർ പ്രോഗ്രഷനുള്ള അവസരങ്ങൾ ധാരാളമായിട്ട് ഉണ്ടായിരിക്കുന്നതാണ്. ഇനി ഈ ഒരു 10 വർഷത്തെ പ്ലാൻ ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റിനെ എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഈ ഒരു റിപ്പോർട്ട് പറയുന്നതനുസരിച്ച് 2035 കൂടി ഇൻ്റർനാഷണൽ അല്ലെങ്കിൽ ഓവർസീസ് വർക്ക് ഫോഴ്സിലുള്ള ഡിപ്പെൻഡൻസ് 10% താഴെയാക്കണം എന്നാണ് ഈ ഒരു റിപ്പോർട്ട് പറയുന്നത്. എനിക്ക് പേഴ്സണലായിട്ട് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഇനി UK-യിലേക്ക് വരിക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി അവർ സാലറി ത്രഷോൾഡൊക്കെ ഉയർത്തി എൻട്രി ലെവൽ ആയിട്ടുള്ള പല ജോലികളിലും ഇനി UK-യിലേക്ക് വരാനായിട്ട് സ്പോൺസർഷിപ്പ് കിട്ടാനോ ഉള്ള സാഹചര്യം ഓൾറെഡി ഒഴിവാക്കി കഴിഞ്ഞു. അതിനോടൊപ്പമാണ് ഈ NHSൻ്റെ ഒരു 10-year പ്ലാനിലൂടെ ഈ ഒരു ഓവർസീസ് റിക്രൂട്ട്മെൻറ്റ് വീണ്ടും 10% താഴെയാക്കുക എന്നൊരു ലക്ഷ്യത്തിലേക്ക് അവർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. NHSൻ്റെ ഈ ഒരു 10 വർഷ പ്ലാനിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ബൈ ഫ്രണ്ട്സ്.